ശബരിമല സ്വർണ്ണ കവർച്ചയിലെ യഥാർത്ഥ കിങ് പിൻ ആരാണ്? കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ചോദ്യമുനം എത്തുമ്പോൾ എങ്ങനെയാണ് ഈ മന്ത്രിയിൽ നിന്നും തന്ത്രിയിലേക്ക് ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത്? ജനം TV അന്വേഷിക്കുന്നു, പരിശോധിക്കുന്നു. വിറ്റുവോ വിശ്വാസം? തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിലെ SIT പരിശോധനയിൽ കസ്റ്റഡിയിലെടുത്തത് അപ്രസക്തമായ ബാങ്ക് രേഖകളും തന്ത്രിയുടെ സ്വകാര്യ ഡയറികളും മാത്രം. വിലപിടിപ്പുള്ള ഒന്നും 8 മണിക്കൂർ നീണ്ട പരിശോധനയിൽ കസ്റ്റഡിയിലെടുത്തില്ല. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ് ഗോപാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ തന്ത്രിയുടെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ തന്നെ സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു വിമർശനമാണ്, തന്ത്രിയെ ഒരു റിപ്പോർട്ടിൽ പോലും പരാമർശമില്ലാത്ത തന്ത്രിയെ എന്തിനാണ് SIT ഒരു മിന്നൽ നീക്കത്തിലൂടെ അറസ്റ്റ് ചെയ്തത്? അതിന് തൊട്ട് പിന്നാലെ വലിയൊരു പോലീസ് സന്നാഹവുമായി ഈ തന്ത്രിയുടെ മഠത്തിലെത്തി പരിശോധന നടത്തുന്നു. അവരുടെ മരുമകളെ പോലും ആ മഠത്തിനുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ ഒരു വലിയൊരു പോലീസ് സന്നാഹം, വലിയൊരു പ്രഹസനത്തിലുള്ള ഒരു പരിശോധന. അതിന് ഈ സ്വർണ്ണ പണിക്കാരനെ കൊണ്ടെത്തിക്കുന്നു. അതായത് ഇപ്പോൾ സ്വർണം പിടികൂടും, ശബരിമലയിൽ നിന്നുമുള്ള സ്വർണം പിടികൂടും എന്നുള്ള ആ ഒരു പ്രതീതി സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് സ്വർണ്ണ പണിക്കാരനെ എത്തിക്കുന്നു, ഒരു വലിയ പോലീസ് സന്നാഹത്തെ എത്തിക്കുന്നു. എന്നാൽ ഒരു തുമ്പും കിട്ടിയില്ല. 8 മണിക്കൂർ നീണ്ട പരിശോധനയിൽ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ഇതൊക്കെ പൊതുജനങ്ങളെ കബളിപ്പിക്കാൻ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു പരിശോധനയായി, വെറും പ്രഹസനമായി മാറുകയല്ലേ സുധീഷ് ഗോപാൽ? എന്തിനായിരുന്നു ആ 8 മണിക്കൂർ നീണ്ട പരിശോധന? അശ്വതി, 8 മണിക്കൂർ നീണ്ട പരിശോധന കൃത്യമായ ലക്ഷ്യത്തോടെയായിരുന്നു SIT നടത്തിയത്. കാരണം ഇത്തരത്തിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് എന്തെങ്കിലും ഒരു ന്യായീകരണത്തിന് ഉള്ള വകുപ്പ് അത് ഈ തിരച്ചിലൂടെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് അവർ ഈ 8 മണിക്കൂറും ചിലവഴിച്ചത്. എന്നാൽ കിട്ടിയത് തന്ത്രിയുടെ പഴയ ഡയറികൾ. ആ ഡയറികളിലൂടെ തന്ത്രിയുടെ യാത്രാ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ എവിടെയൊക്കെയാണ് പൂജയ്ക്ക് പോയത്, ഇത്തരം കാര്യങ്ങൾ അതിൽ നിന്നും ശേഖരിക്കാം എന്ന ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അതോടൊപ്പം തന്നെ ഏത് ബാങ്കിലും ഇപ്പോൾ ഒരു അന്വേഷണ ഏജൻസി ഒരു ആവശ്യപ്പെട്ടാൽ കിട്ടാവുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും കുറഞ്ഞ പഴയ ചില ബാങ്ക് പാസ്ബുക്കുകളും അത്തരം രേഖകളും മാത്രമാണ് ഇവിടെ നിന്നും ശേഖരിച്ചത്. അല്ലാതെ പ്രസക്തമായ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് നമുക്ക് വ്യക്തമാവുന്നത്. അത്തരത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ വിലപിടിപ്പുള്ള രേഖകളോ ഇല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കളോ ഏറ്റെടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിന് ഒരു റവന്യൂ ഉദ്യോഗസ്ഥനും വാർഡ് മെമ്പറും കുറയാത്ത ഒരു ജനപ്രതിനിധിയും അതിന് സാക്ഷി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടെ അത്തരത്തിലൊന്നും ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ 8 മണിക്കൂറിന് ശേഷം അവർ പൊടിയും തട്ടി പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് SITയെ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ അറസ്റ്റിന് ശേഷം മറ്റെങ്ങും പരിശോധനയ്ക്ക് പോയ പോലെ ആയിരുന്നില്ല തന്ത്രി മഠത്തിലേക്ക് വരുന്നത്. വലിയ പോലീസ് തന്നെ 3 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള CIമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ സന്നാഹം. അതിൻ്റെ തന്നെ അടിസ്ഥാനം ഇത് ശരിയായ ഒരു അറസ്റ്റല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടാവാനുള്ള സാധ്യത അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ വന്നത്. നമുക്കതുപോലെ തന്നെ അറിയാം, സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അടങ്ങുന്നവരെ ഇത്രയേറെ രാത്രി വൈകിയും ഈ പരിശോധന തുടർന്നുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇത്തരം രീതിയിലെല്ലാം ഒരു കുടുംബത്തെ എങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കാം, അതിലുപരിയായി എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്ന തരത്തിൽ തന്നെയായിരുന്നു ഇവരുടെ പരിശോധനകളെല്ലാം തന്നെ നടന്നത്. അതിനുശേഷവും അവർക്ക് ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് എന്ത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണോ അതിലേക്ക് പോലും അവർക്ക് എത്താൻ കഴിയാതെ പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അശ്വതി, തീർച്ചയായും സുധീഷ്, അത് തന്നെയാണ്. മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ കൊടുക്കുന്ന ഒരു അതിവിദഗ്ധ തന്ത്രമാണ് പിണറായി സർക്കാരിന്റെ ഒരു ചാണക്യ തന്ത്രമായി തന്നെ കണക്കാക്കാം. അതിന് SIT എല്ലാവിധ കുടകളും പിടിച്ചങ്ങ് നിൽക്കുകയാണ്. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്.